ഹലോ ഗൈസ്, അപ്പൊ ഇത് മുബാറക് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തോട്ട് അൻസറിനെ വീട്ടിൽ ചെന്ന് അൻസറിനെ പുറത്തിറക്കി അസറുനെ പുറത്തിറക്കി. ഇനി അടുത്ത പരിപാടി നേരെ പള്ളിയിലോട്ട്. എല്ലാവരും മൊത്തത്തിൽ സെറ്റ് ആയിട്ട് വന്നപ്പോൾ 8 മണിയായി. 8:15 നിസ്കാരം തുടങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ആദ്യത്തിന് നിസ്കാരം തുടങ്ങിയില്ല. നമ്മൾ പള്ളിയിൽ ചെന്നപ്പോൾ അൻസറാണെങ്കിൽ പെരുന്നാളിന്റെ പോലെ അൻസറിന്റെ അതേ കാലത്ത് ഷർട്ട് എവിടെയും കാണില്ല എന്നുള്ള ദുആയിലായിരുന്നു. അതിന്റെ ചിരിയാണ് ആ കാണുന്നത്. ഈ അടുത്തിരിക്കുന്നത് മണ്ടാനത്തെ സോളാറിന്റെ ഹോൾസെയിൽ ഡീലർ ബിലാൽ. ഇതെന്താണ് യൂണിഫോമാ? നിസ്കാരം എല്ലാം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നോക്കുന്ന പായസം. ആ പായസം കുടിച്ച് നേരെ അടുത്ത പരിപാടി കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞ് നേരെ പോയി ഒരു സോഡാ സർബത്ത് അങ്ങോട്ട് കുടിച്ച്. അപ്പൊ എന്തൊരു ആശ്വാസമായിരുന്നു. വീട്ടിൽ ചെന്ന് എല്ലാവരുമായിട്ട് ഫുഡെല്ലാം കഴിച്ചപ്പോൾ പ്ലാൻ ഇല്ലാത്തൊരു പ്ലാൻ കയറുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ആലപ്പുഴ പോകുന്ന വഴി ഷെഹസാദിനെ വണ്ടി നിറച്ച ആളായതുകൊണ്ട് ഷെഹസാദിന് ഇരിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ലൊക്കേഷൻ തപ്പി ഇവിടെ വന്നു. അപ്പോഴാണ് ഇത് നടന്നത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പോയ ബംഗാളി ഭായിമാരെ കൂടെ പിടിച്ച് നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിർത്തി. അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നോക്കാൻ നിർത്തി. ഇച്ചക്കെന്നെ ഇഷ്ടല്ലേ? അങ്ക് ഓക്കെന്നെ ബേ ഇച്ച പൊളിയല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടി 4 ഷർട്ടുമായിട്ടാണ് ഇവൻ വന്നത്. അടുത്ത പരിപാടി വീട്ടിൽ ചെന്നപ്പോൾ നോക്കാൻ കൊച്ചാടൻ കൊച്ചുമാടെ വെഡിങ് ആനിവേഴ്സറി. അതിന്റെ ഇടയ്ക്ക് അജുവിന് പണി കിട്ടി. അജുവിന് 2025 അപ്പൊ ഓക്കെ ബൈ.